மணல் அதிகமான இடத்துல வந்து வார டூரிஸ்ட் ஃபுல்லாக இதில் சில பேர் வந்து பைக்கில் வர ஆள் ஃபுல்லாக கீழே விழுகுது, காரில் வர ஆள் ஃபுல்லாக பிதையுது. ഇവിടെയായിട്ട് കൂളിംഗ് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരെണ്ണം വാങ്ങണം, അതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ അതെന്താ കാര്യമെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഒരു കണ്ണാടി വാങ്ങിയിട്ടുണ്ട്. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ കണ്ണ് കണക്കുണ്ടോ? എന്തായാലും 100 രൂപയാണ് ഈ ഒരു കണ്ണാടിയുടെ വില. കാര്യം ഇങ്ങനെ ഒരു കണ്ണാടി നമ്മൾ മേടിച്ചിടണം കേട്ടോ. കാര്യം അത്യാവശ്യമാണ്. കാര്യം ഞാൻ കഴിഞ്ഞ തവണ ധനുഷ്കോടി വന്നപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യുന്നവർ പറഞ്ഞു ഒരു കണ്ണാടി വാങ്ങിച്ചിടൂ, നിങ്ങളുടെ കണ്ണിന് ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ ധനുഷ്കോടിയിൽ നിന്നിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ വിചാരിച്ചു എല്ലാവരുടെ കണ്ണ് കണക്കുമല്ല, എൻ്റെ കണ്ണിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാത്രി റൂമിൽ ചെന്നപ്പോഴത്തേക്കും കണ്ണിൽ നിന്ന് ഇങ്ങനെ കുത്തി വേദന, അതായത് എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു ടൈപ്പ് വേദന. അപ്പോഴാണ് മനസ്സിലാക്കിയത് കണ്ണാടി, ഒരു സൺഗ്ലാസ് മേടിച്ചിടേണ്ടത് മസ്റ്റാണ് ധനുഷ്കോടി വന്നാലേ. നമ്മൾ ഈ ധനുഷ്കോടിയിലൊക്കെ വന്നിട്ട് കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നത് കാണാം. വൈകുന്നേരം ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ എത്തുമ്പോൾ കൊച്ചു കുട്ടികളെല്ലാം കരയുന്നത് കാണാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ അറിയില്ലല്ലോ, അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിലും ഇതേപോലത്തെ ഇറിറ്റേഷൻ കാണുമായിരിക്കാം. നമ്മൾ വലിയ ആൾക്കാർ അത് സഹിക്കും, കൊച്ചു പിള്ളേർ അങ്ങനെ അല്ലല്ലോ. അപ്പോഴേ കണ്ണിൽ ഭയങ്കരമായിട്ട് വേദന എന്നല്ല, ഒരുമാതിരത്തൊരു കണ്ണ് കിഴക്കുന്നത് പോലത്തെ ഒരു വേദന വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ആൾക്കാരെല്ലാം ഒരു ഇരുണ്ട ഒരു സംഭവം ഒരു പ്രൊട്ടക്ഷനായിട്ട് വെക്കത്തില്ലേ. അപ്പോഴതേപോലെ നമ്മൾ ഇവിടെ വരുമ്പോഴിങ്ങനെ ഒരു സൺഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. കാര്യം ഭയങ്കരമായിട്ടുള്ള വെയിലല്ലേ അടിക്കുന്നത്. നമുക്ക് ഇത്രയും വെയിൽ കണ്ടുള്ള ശീലമില്ലല്ലോ. ഒരുപാട് ദൂരെയായിട്ട് വെള്ള മണലും അതിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതും പിന്നെ കടൽ തീരവും ഭയങ്കരമായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് ആണ്. അപ്പോഴത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സൺഗ്ലാസ് പ്രയോജനപ്പെടും. അപ്പോഴതാണ് പറഞ്ഞത് അങ്ങനെ ഒരു സൺഗ്ലാസ് നിങ്ങൾ വാങ്ങണം. ഇവിടെ എല്ലാം പലതരം കച്ചവടങ്ങളാണ് കേട്ടോ. ശംഖിൻ്റെ കച്ചവടവും കണ്ണാടിയുടെ കച്ചവടവും അങ്ങനത്തെ ഓരോരോ കച്ചവടങ്ങൾ. കുട പിടിച്ചിട്ടൊന്നും നടക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റാണ്. ഒരു ക്യാപ്പ് നിങ്ങൾ കരുതിയിരിക്കണം. കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലേ കുഞ്ഞു തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചിരിക്കണം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അവസാനം, ആരിച്ചാൽ മുനമ്പ്, ആരിച്ചാൽ മുനൈ. ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിൽപ്പുണ്ട്. അപ്പുറത്തായിട്ട് അങ്ങ് ദൂരെയായിട്ട് ശ്രീലങ്കയാണ്. ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ടിൽ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഫോട്ടോഗ്രാഫേഴ്സ്. ധനുഷ്കോടി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ടെമ്പോ ട്രാവലറുകൾ വെള്ളത്തിലൂടെയൊക്കെ പോകുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ കാണാം. പക്ഷേ ഇപ്പോഴ് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ഈ വാഹനത്തിൽ ചോദിച്ചു, ഇത് ഇവരുടെ ഓൺ യൂസ് വണ്ടിയാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. ധനുഷ്കോടിയുടെ പല ഭാഗത്തേക്ക് റോഡ് മുൻപില്ലായിരുന്നു. അപ്പോഴാണ് ഇതേപോലത്തെ വാഹനങ്ങൾ യൂസ് ചെയ്തിരുന്നത്. മുൻപ് ഞാൻ വന്നപ്പോൾ കടൽ കുറച്ചും കൂടെ ഇറങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരെല്ലാം ആ ഒരു അങ്ങോട്ടേക്ക് ഇറങ്ങിക്കിടക്കുന്ന മണ്ണിലെല്ലാം നിന്ന് കാല് നനയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴ് കടൽ നല്ല കയറി കിടക്കുവാണ്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, മുൻപ് വന്നതിൻ്റെ വീഡിയോ. അപ്പോഴവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് കാല് നനയ്ക്കുന്ന വീഡിയോ ഒക്കെ അതിനകത്തുണ്ട്, അതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. ഇത് ഇവിടെയായിട്ട് ആൾ കൂടി നിൽക്കുന്നത് കണ്ടില്ലേ. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ ഇവിടെ നിന്നും ബൈനോക്കുലർ വഴി ശ്രീലങ്കയിലേക്ക് നോക്കാൻ സാധിക്കും. അപ്പോഴത് നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണിത്. 20 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഓരോരുത്തരായിട്ട് വന്ന് നോക്കുവാണ്. ഞാനിതിലൂടെ നോക്കിയിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ വെറുതെ നോക്കിയിട്ട് അത് നിങ്ങളെ കാണിക്കാനും പറ്റില്ല. കാര്യം അതിലൂടെ നോക്കുന്നൊരു വ്യൂ നമുക്ക് ഈ ഒരു ഫോണിലൂടെ കിട്ടില്ല. ഈ കാണുന്നതാണ് ആ ഒരു ബൈനോക്കുലർ. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു കാക്കക്കൂട്. ഇന്ത്യയുടെ ഏറ്റവും അറ്റത്ത് വന്നിട്ടാണ് കൂട് വച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആരിച്ചാൽ മുനയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് ആ ഒരു ലൈറ്റ് ഹൗസും റെയിൽവേ സ്റ്റേഷനെല്ലാം കണ്ടില്ലേ, അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് ക്യാഷ് കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ. കാര്യം ഇവിടെ ഫോണിൽ റേഞ്ച് കിട്ടില്ല. അതുകൊണ്ട് ഗൂഗിൾ പേ സംവിധാനമൊന്നും ചിലപ്പോൾ നടക്കില്ല. എനിക്ക് ഒരു കട്ടേ റേഞ്ച് കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ദൂരെയായിട്ട് ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന ബസ്സാണ്. അതിന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറിയേ ഞാൻ പറഞ്ഞ ആ ഒരു പള്ളിയുടെ പരിസരത്തേക്ക് പോകാം. ഞാനിങ്ങനെ ബസ്സിൻ്റെ ഭാഗത്തേക്ക് നടന്നപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് തിരയുള്ള കടലും ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വളരെ ശാന്തമായിട്ടുള്ള കടൽ. ഇതാ കണ്ടില്ലേ, തീരെ ഓളമില്ല, തീരെ തിരയുമില്ല, വളരെ ശാന്തമായിട്ടുള്ള കടലാണ്. നല്ല കളറും, നല്ല നീല കളർ, നല്ല ഭംഗിയുണ്ട്. സത്യത്തിൽ കടലിൻ്റെ ഒരു എൻഡിലേക്ക് വന്നിട്ട് ഇപ്പോഴാണ് കുറച്ച് വള്ളങ്ങൾ കണ്ടത്. സത്യത്തിൽ നമ്മൾ കടലിന് നടുക്ക് നിൽക്കുന്നത് പോലെയാണ്. ഏകദേശം എന്നല്ല, ശരിക്കും നമ്മളൊരു 15 കിലോമീറ്ററിൽ കൂടുതൽ കടലിനുള്ളിലേക്ക് വന്നിരിക്കുവാണ് റോഡ് മാർഗം. അങ്ങനെ മീൻ പിടിക്കുന്ന വള്ളങ്ങൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു 4-5 എണ്ണമേ ഉള്ളൂ.
യെസ്, അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ബസ്സിനടുത്തേക്ക് വന്നിരിക്കുവാണ്. ടെമ്പിൾ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡല്ല, LED ബോർഡ് എഴുതി പോകുന്നുണ്ട്. ടെമ്പിൾ, കോവിൽ അങ്ങനെ എഴുതി പോകുന്നുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി ആ ഒരു പൊളിഞ്ഞ പള്ളിയുടെയും പൊളിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെയും ആ ഒരു പരിസരത്തേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ബസ് U-ടേൺ എടുത്ത് തിരിച്ചിരിക്കുവാണ്. അങ്ങനെ ഞാൻ ധനുഷ്കോടിയിൽ ഇറങ്ങിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, മണ്ണിലാണ് ബസ് നിർത്തിയിരിക്കുന്നത്. അത് മിക്കപ്പോഴും ഇവിടെ കാറ്റാണല്ലോ, അങ്ങനെ കാറ്റെല്ലാം അടിച്ച് മണ്ണ് കയറിയിരിക്കുവാണ് റോട്ടിലേക്ക്. അങ്ങനെ ബസ് വന്ന് നിന്നത് മണ്ണിലാണ്. ബസ്സിന് ബാക്കിലായിട്ട് ലൈറ്റ് ഹൗസും കാണാം, കണ്ടില്ലേ, കൊള്ളാല്ലേ. അങ്ങനെ ഇവിടം വരെ വരുന്നതിന് 10 രൂപയാണ് ചാർജ്, കണ്ടില്ലേ. അപ്പോൾ ഈ ചേട്ടന് എന്തൊക്കെയോ പറയാനുണ്ട്. இதை தனுஷ்கோடி, நான் ஒரு ஃபிஷர்மேனு. தனுஷ்கோடிக்கு வந்து தாமசிக்கிற ஆளு. நான் இவட தமிழில் சொல்கிறேன்னா, தனுஷ்கோடி நான் ஒரு மீன் பிடிக்கிற ஆள். இங்கே தான் நான் வாழ்கிறேன். ஏதாவது மீன் பிடிச்சிட்டு வந்து ராத்திரி போய் மீன் பிடிச்சிட்டு வந்து பகலில் இருக்கிறது. நைட்டு போய் மீன் பிடிச்சிட்டு வந்து பகலில் இருக்கிறார். தனுஷ்கோடியே நான் இங்கே இருக்கிறவன் தானே. நான் தனுஷ்கோடி ஸ்ரீலங்காடு தனுஷ்கோடி ஸ்விம்மிங் சாம்பியனோட பையன். நான் ஸ்விம்மிங் சாம்பியன். என் பேர் குமார், எங்கள் அப்பா பேர் சாம்பியன் நீச்சல் காளி. இது வந்து எல்லாத்துலேயும் தெரியும். நான் என்ன சொல்ல வரேன்னா, தனுஷ்கோடியில் இங்கே இருக்கிறேன், மீன் பிடிச்சிட்டு வந்து இங்கே இருக்கிறேன். இதில் இருந்தாலும் நான் வந்து இந்த பகுதியில் போவேன் வருவேன், அப்படியே திரியுவேன். இப்படியே நடந்து யார் என்ன ஏதுன்னு எல்லாத்தையும் பார்ப்பேன். பார்த்துக்கிட்டு இருக்கும்போது வார டூரிஸ்ட்டு வண்டிகள் யார் போகிறா வாரான்னு பார்த்தா, இந்த கோயிலுக்கு முன்னாடி, இந்த கோயிலுக்கு முன்னாடி வந்து கொஞ்சம் மணல் அதிகமாகிருச்சு. மணல் அதிகமான இடத்துல வந்து வார டூரிஸ்ட்டு ஃபுல்லாக இதில் சில பேர் வந்து பைக்கில் வர ஆள் ஃபுல்லாக கீழே விழுகுது, காரில் வர ஆள் ஃபுல்லாக பிதையுது. இதில் வந்து டவுன்ஷிப்பு, நகராட்சி, டவுன்ஷிப்பு, கவர்மெண்ட் ப்ராப்பர்ட்டிலாம் எல்லாருக்குமே ஃபோன் பண்ணி எல்லாருக்குமே தெரியும். தெரிஞ்சிருந்து மண் எடுக்காமல் இன்னமும் வந்து இது பண்ணாமல் டூரிஸ்ட்டு ரொம்ப சிரமப்படுது இந்த ஏரியாவில். இது டூரிஸ்ட்டு ப்ளேஸு. நான் ஓயாமல் சொல்லிக்கிட்டு இருக்க முடியாது. ஒரு 4 நாளாக நான் சொல்லிக்கிட்டு இருக்கிறேன். வார மீடியாவில் இருந்து அனைத்தவட்ட அதிகாரிட்டையும் பெரிய ஆள்கிட்டையும் சொல்லியிருக்கேன். இன்னும் ஸ்டெப்பே எடுக்கலை. அடுத்த ஸ்டெப்பு எப்படின்னா, கலெக்டர்கிட்ட தான் நான் மனு கொடுக்க மாதிரி ஒரு ஸ்டெப்பு வரும். அதுக்கு முன்னாடி வந்து லேசாக வந்து மண்ணை எடுத்து விட்டு போங்க. ஏன்னா வந்து இங்கே இருக்க நிறையா பேர் ஆட்சிகளில் இருக்கிறீங்க. இது ஒரு சாதாரண விஷயம். அந்த மண்ணை எடுத்து கொஞ்சம் அகற்றி விட்டீங்கன்னா வார டூரிஸ்ட்டு அதிகமாக வர்றதுக்கும் சிரமப்படாமல் நீட்டாக போகிறதுக்கும் நல்லா இருக்கும். இதை மண் எடுக்கிற சில வாய்ப்புகள், சில சனி ஞாயிறுக்கு கூட்டம் வரும். இன்றைக்கி வியாழக்கிழமை, வெள்ளிக்கிழமை அதிகமான கூட்டம் வரும். அப்புறம் சண்டே மண்டேக்கு அதிகமான கூட்டம் வரும். அன்றைக்கி ரொம்ப பேர் இங்கே டேமேஜ் ஆகும். ஒரு 2 கார் போக முடியாது. ஒரு கார் நின்று ஒரு கார் தான் போக வேண்டிய சூழ்நிலையாக இருக்குது. இதில் 3 கார் போக வேண்டிய பகுதி, இதில் ஒரு கார் தான் போக வேண்டிய பகுதி இப்போ இருக்குது. இதில் மண் அதிகமாக இருக்குது. உடனே வந்து இதை எடுத்துகிட்டு போங்க. நான் ஒரு மீனவனாக வந்து உங்களுக்கு அறிவிக்கிறேன். நன்றி. கவர்மெண்ட்டுக்கும் அரசாங்கத்துக்கும் நன்றி சொல்கிறேன். இந்த மீடியா போட்ட நண்பனுக்கு நான் നന്ദി சொல்கிறேன். என் പേര് കുമാർ. എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് വരിയായിട്ട് മീൻ പൊരിക്കുന്ന കടകളെല്ലാം ഉണ്ട്. മീൻ പൊരിച്ച് ചോറുമായിട്ടെല്ലാം തരും. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ എനിക്ക് ഈ കടയിൽ എന്നോട് കാണിച്ചൊരു മര്യാദ എനിക്കിഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഫോണിൽ റേഞ്ച് ഇല്ലായിരുന്നു. ഗൂഗിൾ പേ ഇവിടെ ഉണ്ട്, പക്ഷേ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടൊന്നും നടക്കില്ലല്ലോ. അപ്പോഴവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കഴിച്ചോളൂ, എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ റേഞ്ച് കിട്ടുന്നത് അവിടെ ചെന്നതിന് ശേഷം പൈസ അയച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് വിശ്വാസം. മാവീരൻ ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. എന്തായാലും നമുക്കിവിടെ കയറി കഴിക്കാം. മീനൊക്കെ എണ്ണ ഒഴിച്ച് പൊരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാലും ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഊണ് വാങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കറി വെച്ച കഷ്ണവും ഈ ഒരു വലിയ പൊരിച്ച മീനും ചോറും കൂടെ ചേർത്തിട്ട് 120 രൂപയാണ്. ലാഭമാണല്ലോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. കൊള്ളാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച മാവീരൻ ഹോട്ടലിൻ്റെ ബാക്കിലായിട്ട് കണ്ടില്ലേ, ഇവിടെ ആയിട്ടും ഉണ്ട് പഴയ അവശേഷിപ്പുകൾ.
പണ്ടത്തെ കെട്ടിടങ്ങളുടെ ഓരോരോ അവശിഷ്ടങ്ങളാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ദാ ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്.